ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട ഇത്തവണയും റെക്കോർഡ് തിരുത്തി മഹാരാഷ്ട്രയിലെ GSB സേവാ മണ്ഡൽ 66 കിലോ സ്വർണവും 336 കിലോ വെള്ളിയും കൊണ്ടാണ് ഗണേശ വിഗ്രഹം അലങ്കരിക്കുക. മുംബൈയിലെ സമ്പന്നമായ ഗണേശ വിഗ്രഹമാണിത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. സ്വർണത്തിനൊന്നും ഒരു വിലയില്ലേ മുംബൈയിൽ? വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഗണേശോത്സവം എന്നത് മുംബൈക്കാരെ സംബന്ധിച്ചിടത്തോളം, മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ടതും വിപുലവുമായ ഒരു ആഘോഷവുമാണ്. മുംബൈയിൽ ഏതാണ്ട് എല്ലായിടത്തും നമുക്ക് ഗണേശ പന്തലുകൾ കാണാൻ കഴിയും. അവിടെ വലിയ വലിയ ഗണേശ വിഗ്രഹങ്ങൾ എത്തിച്ച് അവിടെ പൂജകളും മറ്റും നടത്തുന്നതാണ് ഈ ഗണേശോത്സവത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ്. പിന്നീട് ഗണേശ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ അർപ്പിക്കുന്നതോടെ ആ ഗണേശോത്സവം അവസാനിക്കുകയും ചെയ്യും. ഏതായാലും GSB സേവാ മണ്ഡലിൻ്റെ ഗണേശ വിഗ്രഹം ഇത്തവണയും വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗണേശ വിഗ്രഹം GSB സേവാ മണ്ഡലിൻ്റെതാണ്. 474.4 കോടി രൂപയുടെ ഇൻഷുറൻസാണ് ഈ പന്തലിനാകെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഒരു ഒറ്റ നോട്ടത്തിൽ ഈ തുക കേൾക്കുമ്പോൾ ഈ ആഭരണങ്ങൾക്ക് വേണ്ടിയാകും ഇത്രയും വലിയ തുക എന്ന് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ 375 കോടി രൂപ ചെലവിടുന്നത്, അതായത് ഇൻഷുർ ചെയ്തിരിക്കുന്നത് പുരോഹിതന്മാർ, അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ, അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നവർ, വിശ്വാസികൾ, ഇവർക്കൊക്കെ വേണ്ടിയാണ്. ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അപകട ഇൻഷുറൻസ് ആയാണ് 375 കോടി രൂപ. ആഭരണങ്ങൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ മാറ്റിവെച്ചിരിക്കുന്നത് 67 കോടി രൂപയാണ്. ഈ ഇൻഷുറൻസ് പരിധിയിൽ ആഭരണങ്ങൾക്ക് വേണ്ടി 67 കോടി രൂപ, പൊതുബാധ്യത ഇൻഷുറൻസ് 30 കോടി രൂപ, അങ്ങനെ 374 കോടി രൂപയുടെ ഇൻഷുറൻസ്. കഴിഞ്ഞ വർഷത്തെ കണക്കാണ് SKN യഥാർത്ഥത്തിൽ ആഭരണങ്ങളുടേത്. 66 കിലോ സ്വർണം, 336 കിലോ വെള്ളി എന്നത്. ഓരോ വർഷവും ഈ ആഭരണത്തിൻ്റെ തൂക്കം കൂടി വരാറുണ്ട്, കൂടുതൽ സംഭാവനകൾ എത്താറുണ്ട്. ഇത്തവണ ആ റെക്കോർഡും തിരുത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1951 മുതലാണ് GSB സേവാ മണ്ഡൽ ഇവിടെ ഗണേശ പന്തൽ സ്ഥാപിക്കുന്നത്. കിങ് സർക്കിളിലാണ്, മുംബൈയിലെ വഡാലയ്ക്കടുത്തുള്ള കിങ് സർക്കിളിലാണ് ഈ ഗണേശ പന്തൽ. കഴിഞ്ഞ വർഷം നമ്മൾ വിശദമായി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ എത്തിച്ചതാണ്. ഇത്തവണയും ഈ 2 ദിവസം കൂടി കഴിഞ്ഞാൽ 25-ാം തീയതിയാണ് അവിടെ ഗണേശ വിഗ്രഹം സ്ഥാപിക്കുന്നത്. അന്ന് രാത്രി പൂജയുണ്ട്. തൊട്ടടുത്ത ദിവസം 26-ാം തീയതി മുതൽ ഭക്തർക്ക് അവിടേക്ക് എത്തി ദർശനം നടത്താൻ കഴിയുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.